You said me 17, again you said me 19. Why you tell me lie? You press the bell no 20. ഇന്ത്യക്കാരനായ താമസക്കാരനെ കനേഡിയൻ വീട്ടുടമസ്ഥൻ വീട്ടിൽ നിന്നും പുറത്താക്കുന്ന ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. കാനഡയിലെ ബ്രാംപ്ടണിലാണ് സംഭവം നടന്നത്. കനേഡിയൻ വീട്ടുടമസ്ഥൻ വന്ന് അയാളുടെ സാധനങ്ങൾ വീടിന് പുറത്തേക്ക് മാറ്റുന്നത് വീഡിയോയിൽ കാണാം. Okay? Oh, I couldn't give a shit. You. You said me 17, again you said me 19. Why you tell me lie? You press the bell no 20. ഇതേപറ്റിയുള്ള വലിയ വിശദാംശങ്ങൾ വീഡിയോയിലില്ലെങ്കിലും വീടൊഴിയാൻ നിശ്ചയിച്ച തീയതിയിൽ ഇയാൾ മാറിക്കൊടുത്തില്ലെന്നാണ് ഉയരുന്ന ആരോപണം. പക്ഷേ വീടൊഴിപ്പിക്കൽ തീയതി തെറ്റാണെന്ന് വാടകയ്ക്ക് താമസിച്ചിരുന്ന ഇന്ത്യക്കാരൻ അവകാശപ്പെടുന്നുമുണ്ട്. 15 സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ വീഡിയോ അല്ലാതെ കൂടുതൽ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടില്ല. അതേസമയം കാനഡയിലേക്കുള്ള ഇതര രാജ്യക്കാരുടെ കുടിയേറ്റം അനിയന്ത്രിതമായെന്നും അവിടെയുള്ള തദ്ദേശീയർക്ക് പോലും താമസിക്കുവാൻ വീടുകളില്ലെന്നുമുള്ളത് നാളുകളായുള്ള പ്രതിസന്ധിയാണ്. പ്രശ്നം പരിഹരിക്കാൻ കാനഡ കടുത്ത നിലപാടുകളിലേക്ക് കടന്നിരിക്കവെയാണ് വടക്കേ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും താമസം മാറാമെന്ന ലക്ഷ്യത്തോടെ കാനഡയിൽ പഠിക്കാനെത്തുന്ന വിദേശ വിദ്യാർത്ഥികളിൽ വലിയ വിഭാഗം ഇന്ത്യക്കാരാണ്. രാജ്യത്തെ ഗിഗ് സമ്പദ് വ്യവസ്ഥയ്ക്ക് മാനവ വിഭവം ആവശ്യമായതിനാൽ കുടിയേറ്റം വൻതോതിൽ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടായിരുന്നു കനേഡിയൻ സർക്കാരിന്റേത്. ഇന്ത്യക്കാർ മാത്രം 28 ലക്ഷം പേർ നിലവിൽ കാനഡയിലുണ്ടെന്നാണ് കണക്ക്. 2000-ൽ 6.7 ലക്ഷം ഇന്ത്യക്കാരാണ് കാനഡയിലുണ്ടായിരുന്നത്. 2020 ആയപ്പോഴേക്കും അത് കുതിച്ചുയർന്നു. എന്നാൽ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണപ്പെരുപ്പം കാനഡയിൽ ഹൌസിംഗ്, ഹെൽത്ത് കെയർ അടക്കം പല രംഗത്തും പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു. തദ്ദേശീയർ ഇതിനെതിരെ പ്രതിഷേധവും തുടങ്ങിയതാണ്. പിന്നാലെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ കുടിയേറ്റ നയത്തിലും സ്റ്റഡി പെർമിറ്റിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. തൊഴിൽദാതാക്കൾക്ക് കുറഞ്ഞ ശമ്പള വിഭാഗത്തിൽ 10% വിദേശ തൊഴിലാളികളെ മാത്രമേ ഇപ്പോൾ ഉൾപ്പെടുത്താനാവൂ. 2023-ൽ മാത്രം ഈ പദ്ധതി വഴി 26,495 ഇന്ത്യക്കാർക്ക് കാനഡയിൽ ജോലി ലഭിച്ചിരുന്നു. മെക്സിക്കോയ്ക്ക് ശേഷം ഈ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ് കാനഡയിൽ ജോലി ചെയ്യുന്നത്. അതിനിടെ കാനഡയിലെ ജനസംഖ്യ 2024-ന്റെ ആദ്യ പാദത്തിൽ 4.1 കോടിയായി ഉയർന്നിട്ടുമുണ്ട്. മാത്രമല്ല, വിദേശ വിദ്യാർത്ഥികൾക്കുള്ള കുടിയേറ്റ നിയമങ്ങൾ കടുപ്പിച്ച് ഈ വർഷം നൽകുന്ന സ്റ്റഡി പെർമിറ്റ് 35% കുറയ്ക്കുമെന്നും അടുത്ത വർഷം അതിന്റെ 10% കൂടി കുറയ്ക്കുമെന്നും പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ എക്സിൽ കഴിഞ്ഞ മാസം കുറിച്ചിരുന്നു. താൽക്കാലിക താമസക്കാരുടെ എണ്ണം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി എന്നായിരുന്നു ട്രൂഡോ ഇതിൽ വിശദീകരണം നൽകിയത്. എന്നാൽ അനുവദിക്കുന്ന സ്റ്റഡി പെർമിറ്റുകളുടെ എണ്ണം 2024-ലെ 4,80,500-ൽ നിന്നും 2025 ആവുമ്പോഴേക്കും 4,37,000 കുറയ്ക്കാനാണ് കാനഡ ലക്ഷ്യമിടുന്നത്. 2023-ൽ 5,09,390 പേർക്കാണ് ഇന്റർനാഷണൽ സ്റ്റഡി പെർമിറ്റ് കാനഡ നൽകിയത്. 2024-ൽ 7 മാസത്തിനിടെ 1,75,920 സ്റ്റഡി പെർമിറ്റ് നൽകി. കുടിയേറ്റം കാനഡയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു നേട്ടമാണെന്നും പക്ഷേ മോശം ആളുകൾ ഈ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുകയും വിദ്യാർത്ഥികളെ മുതലെടുക്കുകയും ചെയ്യുമ്പോൾ അത് കാനഡയെ തകർക്കുമെന്നും ട്രൂഡോ പ്രസ്താവിച്ചിരുന്നു.